ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. കുറേ പേര് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു വ്ളോഗ് കൂടിയാണ്. അപ്പം നമ്മളിപ്പോൾ എവിടെയാണ്, ഇങ്ങനെ രാത്രി സമയം പോലെയാണ് തോന്നുന്നില്ലേ, പക്ഷെ ഇത് രാത്രിയല്ല, അതിരാവിലെയാണ്. 3:30 ആയിട്ടുള്ളൂ. ആ സമയത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. എവിടേക്കാണ് പോകുന്നറിയോ? നമ്മളുണ്ട്, നമ്മളെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ നാട്ടുകാരൊക്കെ കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ. നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്നുള്ള ഞാൻ പറഞ്ഞില്ല അല്ലേ, നമ്മൾ കൊട്ടിയൂർക്കാണ് പോകുന്നത്. അതിനാണ് ഇത്രയും നേരത്തെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൊട്ടിയൂർ എവിടെയാണ് എന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷെ അറിയാത്തവരും ഉണ്ട് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്സ് ഇട്ടപ്പോൾ മനസ്സിലായി. കൊട്ടിയൂർ എവിടെയാണെന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണല്ലോ, രാവിലെ നേരത്തെ ഇറങ്ങിയതാണല്ലോ വീട്ടിൽ നിന്ന് 3:30. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ കൊട്ടിയൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൂർ ജില്ലയിലുള്ള ഒരു ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കൊട്ടിയൂർ. അപ്പം നമ്മൾ ഇന്ന് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മളെ വീഡിയോയിലത്തെ ഓരോ കാഴ്ചകളും നല്ല വ്യക്തമായിട്ട് കണ്ടോളൂ, മനസ്സിലാക്കിക്കോളൂ. അപ്പം ഞാൻ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എനിക്കറിയുന്ന രീതിയിൽ തന്നെ ഞാൻ ഈ വീഡിയോയിലെല്ലാം പറയുന്നുണ്ട്. അപ്പം നമുക്ക് കാഴ്ചകൾ ഇങ്ങനെ കണ്ട് പോവാം. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ക്ഷേത്രം ഓഫീസിലോ ക്ഷേത്രം കൗണ്ടറിലോ അടച്ച് രസീതി വാങ്ങേണ്ടതാണ്. ക്ഷേത്ര നടയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു കാടിൻ്റെയും പുഴയുടെയും ഒക്കെ നടുക്കായിട്ടാണ് ഈ അമ്പലം ഉള്ളത്. അപ്പം നമ്മൾ ഈ പുഴ കടന്ന് ഈ പാലത്തിലൂടെ അപ്പുറത്ത് കടന്നിട്ട് വേണം ആ അമ്പലത്തിലേക്ക് എത്താൻ. പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ, അതിനെ എങ്ങനെയൊക്കെ പറയണം എന്നുള്ളത് എനിക്കറിയില്ല. ആദ്യം അക്കരക്കെട്ട് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം ചിത്രക്കെട്ട് ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കൂട്ടി ഇറക്കിയ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊടി ഉണ്ടാക്കിയിട്ട് നെറ്റി തരാം. ആണോ? അതെ, ഏത് കല്ലുറച്ചാലും ചന്ദനത്ര വരിക. ആണോ? ശരിക്കും അങ്ങോട്ട് ക്ലോസ് ചെയ്യ്, സൂം അവള് തൊട്ട് വേണ്ട വരക്കി എടുത്തിട്ട് അവർക്ക് വീറിനാണ് പറഞ്ഞാൽ നീ വരക്കുന്നത്. അതന്നെ കുറച്ച് ലിക്വിഡ് മാതിരി ആകുമ്പോൾ എടുത്തിട്ട് നെറ്റീമ്പിലെല്ലാം. വേണ്ട ആറ് തുറന്നത് അത്ര തന്നെ ഉള്ളൂ. തൊട്ട് അമ്മ തൊട്ട് ഇപ്പം നമ്മൾ കണ്ട പുഴയില്ലേ, ആ പുഴയിൽ ഒരുപാട് പേര് വരുന്നവരെല്ലാവരും അവിടെ ഇറങ്ങി കുളിക്കുന്നുണ്ട് കേട്ടോ. ഒന്നുവെച്ചാൽ ഒരുവിധം ആൾക്കാരൊക്കെ അവിടെ കുളിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ഈറനോടെ ആ വസ്ത്രത്തോട് കൂടിയിട്ടാണ് അവരെല്ലാവരും ക്യൂ നിന്നിട്ട് അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ അമ്പലത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ പോകുന്ന സമയത്ത് അറിയില്ലായിരുന്നു. ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എന്നല്ലാണ്ട് അങ്ങനെ മുഴുവൻ കാര്യങ്ങളൊന്നും അറിയില്ല. അവിടെ ചെന്നിട്ടിങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ച് വെച്ചിട്ടുള്ള പോലൊന്നുമല്ല, വേറൊരു സംഭവമാണ് അവിടെ ഉള്ളത്. നമ്മൾ മുന്നേയും കാണിച്ചിട്ടുണ്ട്, നമ്മളിവിടെ നിന്നുള്ള അമ്പലത്തിൽ നിന്ന് നമ്മൾ ഈ നാട്ടിലത്തെ കുറച്ച് പേര് മാതൃസമിതി അങ്ങനെ അംഗങ്ങളെല്ലാവരും കൂടിയിട്ട് പല അമ്പലങ്ങളിലേക്ക് അങ്ങനെ യാത്രകളൊക്കെ പോകുന്നത് നമ്മൾ മുന്നേയും കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു യാത്രയാണ് ഇപ്രാവശ്യം പോയിട്ടുള്ളത്. പക്ഷേ അതിനൊരു പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളങ്ങനെ പോകുന്ന സമയത്ത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഡ്രസ്സൊക്കെ നനയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കുട്ടികളൊക്കെ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ വേറെ എടുത്തോളുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വിചാരിച്ചപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചത് എന്താ വെച്ചാൽ അതൊക്കെ കുഞ്ഞു മക്കളുടെയൊക്കെ ആയിരിക്കുള്ളൂ അങ്ങനെ നനയുണ്ടാവുക, നമ്മളുടെയൊക്കെ ഇപ്പോൾ എങ്ങനെ നനയുക എന്നുള്ളൊരു വിചാരമായിരുന്നു അപ്പം ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ പോയിരുന്ന ദിവസം എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു, തിരുവോണം ആരാധനയുള്ള ദിവസം. അത് അമ്മമ്മേനെ കാണുന്നുണ്ടോ? അത്രയും ആൾക്കൂട്ടത്തിൻ്റെ ഇടന്ന് അമ്മമ്മ തൊഴുത് വരണതാണ് ആ കാണുന്നത് കേട്ടോ. ഞാൻ ദൂരെ നിന്ന് വീഡിയോ എടുത്തതാണ്. ഭയങ്കര തിരക്കുള്ള ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അന്ന് നമ്മൾ തൊഴുതത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഈശ്വര, അതൊരു വലിയ കഥയാണ്. അതെ, ശരിക്കും എന്തത്ര അറിയോ, കുളിച്ച് തൊഴണം എന്നത്രേ, നനഞ്ഞ് തൊഴണം എന്നത്രേ.
നമ്മൾ ശരിക്കും നനഞ്ഞ തൊഴുത്ത്. മുത്തശ്ശിക്ക് മാത്രമാണ് ഐശ്വര്യം കിട്ടാത്തത്. മുത്തശ്ശി നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മുത്തശ്ശി അറിഞ്ഞില്ലല്ലോ. നമ്മൾ ശരിക്കും മഴ പെയ്ത് ഈ കോലത്തിലാണ്. നമ്മൾ തൊഴാൻ വേണ്ടി ക്യൂവിൽ അങ്ങോട്ട് നിന്ന സമയത്ത് പെരുമഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ, പെരുമഴ. അങ്ങനെ മഴ പെയ്തിട്ടായിരുന്നു നമ്മൾ ക്യൂവിൽ നിന്നത്. നമുക്കൊരു ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റില്ല. മുഴുവൻ മഴയും നനഞ്ഞിട്ടാണ് നമ്മൾ അവിടെ തൊഴുതത് കേട്ടോ. ഇപ്പം നമ്മൾ ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇദ്ദേഹമാണ് നമ്മളെല്ലാവരും ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എത്താൻ കാരണക്കാരനായിട്ടുള്ള ആളെന്ന് പറയാം കേട്ടോ. നമ്മുടെ നാടിൻ്റെ തന്നെ വലിയൊരു ഭാഗ്യമായിട്ടുള്ള ശങ്കരൻ തിരുമേനിയാണിത്. അപ്പോൾ അദ്ദേഹം ആണ് നമ്മളെന്നെ എല്ലാവരെയും അങ്ങോട്ട് എത്തിച്ചത് എന്ന് തന്നെ പറയാം. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഒരു പദവിയാണ് ഭാരത ഭട്ടതിരി എന്നുള്ള ഒരു അംഗീകാരം, ആ ഒരു സ്ഥാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം കൊട്ടിയൂർ വൈശാഖ മാസത്തിൽ ഒരേ ഒരു മാസമാണ് തുറന്നിരിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു മാസം അദ്ദേഹമാണ് അവിടെ ഭാഗവതം വായിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസം മുഴുവനായിട്ട് അദ്ദേഹം കൊട്ടിയൂരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചെന്ന ദിവസമാണെച്ചെങ്കിലോ അദ്ദേഹത്തിൻ്റെ പിറന്നാളുള്ള ദിവസം കൂടിയായിരുന്നു. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഇരട്ടി സന്തോഷമുള്ള ഒരു ദിവസം കൂടാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ സമയം ചിലവഴിക്കാനും, അതുപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും അങ്ങനെ ഒരുപാട് നമുക്ക് ഭക്ഷണമൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മുന്നേയും അമ്പലം വ്ളോഗുകളൊക്കെ കാണിക്കുമ്പോൾ നമ്മളുടെ അമ്പലത്തിലെ സപ്താഹം അതുപോലെ പ്രതിഷ്ഠാദിനമൊക്കെ കാണിക്കുന്ന സമയത്ത് അതിൽ തിരുമേനിനെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുടെ നാടിൻ്റെ തന്നെ ഒരു ശരിക്കും അഭിമാനമാണ് അദ്ദേഹം. കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ കൊട്ടിയൂരത്തെ ഭാരത ഭട്ടതിരി ആയിട്ട് ഇരിക്കണമെന്നുള്ളത് നമുക്ക് ശരിക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മുഴുവനാക്കിയില്ല. ഇവിടുത്തെ ഐതിഹ്യങ്ങൾ മുഴുവനായിട്ട് മനസ്സിലാക്കിയപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത്. ഇവിടെ കുളിച്ച് തന്നെ, അതായത് മഴ നനഞ്ഞ് തൊഴണം എന്നുള്ളത് തന്നെയാണ് അത്ര അവിടുത്തെ ഒരു നിയമം എന്ന് പറഞ്ഞു വെച്ചാൽ അങ്ങനെയാണ് അവിടെ. അപ്പം നമ്മൾ ഇതൊന്നും അറിയാണ്ട് ക്യൂവിൽ നിന്ന് നമ്മൾ മുഴുവൻ നനഞ്ഞു കുളിക്കുക എന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ നനഞ്ഞു കുളിച്ചിട്ടായിരുന്നു നമ്മൾ തൊഴുതിട്ടുണ്ടായിരുന്നത്. അത് ദൈവത്തിൻ്റെ തന്നെ ഒരു ഇതാണ് എന്നുള്ളത് നമ്മൾക്ക് അപ്പോഴാണ് സത്യം പറഞ്ഞാൽ അറിയണത് കേട്ടോ. പിന്നെ ഇവിടെ പറയാനായിട്ട് അങ്ങനെ ഒരു അമ്പലം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അമ്പലം അവിടെ ഇല്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കുറേ ഇങ്ങനെ മേഞ്ഞ് കെട്ടി ഉണ്ടാക്കിയത് കണ്ടിട്ടില്ലേ, അതിനൊക്കെ കയ്യാല എന്നാണ് പറയുക. അതിൻ്റെ നടുവിലായിട്ട് ഈ വെള്ളത്തോട് ഇങ്ങനെ ചുറ്റിക്കിടക്കുന്ന ആ ഒരു ഭാഗത്തിനാണ് തിരുവഞ്ചിറ എന്ന് പറയുക. ആ തിരുവഞ്ചിറയിൽ കൂടെ കടന്നിട്ട് വേണം നമ്മൾ ആ നടുവിലുള്ള ആ ഭാഗം, അവിടെ മണിത്തറ, വാളറ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഈ മണിത്തറ എന്ന് പറയുന്ന അവിടെയാണ് നമ്മളുടെ പ്രതിഷ്ഠ ഉള്ളത്. അതായത് സ്വയംഭൂ ആയിട്ടുള്ള പ്രതിഷ്ഠയാണ് അവിടെ. ഒരു ശിവലിംഗം പോലെ അങ്ങനെയുള്ളൊരു പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെയാണ് നമ്മൾ തൊഴാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ. പുരാണത്തിലെ ദക്ഷയാഗം നടന്നിട്ടുള്ള സ്ഥലമാണ് ഈ കൊട്ടിയൂർ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതായത് ആ ദക്ഷയാഗം നടക്കുന്ന സമയത്ത് ഒരുപാട് ഈശ്വരന്മാർ ദൈവങ്ങൾ കൂടിയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൂടി ഇരുന്ന സ്ഥലം, അങ്ങനത്തെ ആ ഒരു പേരാണ് ഈ കൊട്ടിയൂർ എന്നുള്ള പേര് വരാൻ കാരണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ശീവേലി നടക്കുകയാണ്. ആ ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റുന്നത് മഹാഭാഗ്യമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു വീഡിയോയിലൂടെയോ ഫോട്ടോയിലൂടെയോ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ല അവിടെ ഉള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഒരു വീഡിയോയിൽ കാണുന്നതിലൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മളുടെ ക്യാമറയുടെ കണ്ണിൽ കിട്ടുന്ന അത്രയും ഒന്നും അല്ല അത്. അതായത് ഇങ്ങനെ ഒരു കാട്, ആ കാടിൻ്റെ നടുക്കായിട്ട് കുറേ ഇങ്ങനെ മലനിരകളാണ് പിന്നിലിങ്ങനെ കാണുക. അതിൻ്റെ താഴെ ആയിട്ട് ഇങ്ങനെ കുറേ കയ്യാലകൾ, ആ കയ്യാലകൾക്ക് നടുവിലായിട്ട് ഒരു തിരുവഞ്ചിറ, ആ തിരുവഞ്ചിറയുടെയും നടുക്കിലായിട്ട് ഭഗവാൻ ഇരിക്കുന്ന ആ ഒരു സ്ഥലം.
അവിടെ വാളറ മണിത്തറ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ വാളറയാണ് തൊഴാനുള്ള സ്ഥലം. അവിടെ വാളുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അവിടെ നമ്മൾ തൊഴണം. പിന്നെ അതുപോലെ തന്നെ അമ്മാറക്കല്ല് പറഞ്ഞിട്ട് ഒരു തറ ഉണ്ട് അവിടെ വേറെ ഭാഗത്തായിട്ട്, ഇതാ ഇവിടെ തന്നെ. അവിടെയാണത്രേ നമ്മുടെ സതീദേവി ദേഹത്യാഗം ചെയ്ത സ്ഥലം എന്ന് പറയുന്നത്. അതായത് ദക്ഷയാഗം നടന്ന സമയത്ത് സതീദേവി വിഷമങ്ങൾ, ആ കഥകളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇനി അറിയില്ല എന്നുള്ളവർക്കുണ്ടെങ്കിൽ ഞാനത് വേറൊരു വീഡിയോയിൽ അമ്മമ്മനെ കൊണ്ട് പറയിപ്പിക്കാം. അതായിരിക്കുമല്ലോ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയണത്. അറിയില്ല വെച്ചാൽ നമുക്ക് പിന്നെ കഥയായിട്ട് പറയാം കേട്ടോ. അപ്പോൾ സതീദേവി ദേഹത്യാഗം ചെയ്ത സ്ഥലമാണ് അമ്മാറക്കൽ എന്നുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് തൊഴാൻ സാധിക്കും. പിന്നെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് വീഡിയോസ് അങ്ങോട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതന്നെ നമ്മളിപ്പോൾ തൊഴുന്ന ആ ഭാഗങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം ഞാൻ പറയുന്നത്, നിങ്ങൾ പെരും മഴയത്ത് നനഞ്ഞു കുളിച്ച് ആ മുഴുവൻ ഉണങ്ങിയതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഞങ്ങൾ ചെന്ന ഉടനെ കുളിച്ചു എന്ന് വെച്ചാൽ തൊഴുത് നനഞ്ഞു കുളിച്ച് തൊഴുത് പിന്നെ ഉച്ചയായിരുന്നു ഏകദേശം ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും. അപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഇട്ട ഡ്രസ്സ് കൊടുക്കണം, ആ നനഞ്ഞ ഡ്രസ്സ് കൊടുക്കണം തന്നെ. അങ്ങനെ നിന്ന് അവിടുത്തെ ആ കാറ്റും വെയിലും തട്ടി തന്നെ ഞങ്ങൾ തന്നെ നനഞ്ഞതൊക്കെ ഉണങ്ങി അങ്ങനെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുട്ടികളെയൊന്നും മഴ നനയാനൊന്നും സമ്മതിക്കില്ലല്ലോ, അങ്ങനെയാണല്ലോ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഒരുമിച്ച് നിന്നാൻ കിട്ടും, മഴ നനഞ്ഞു കുതിർന്നു. ഇതിപ്പോൾ നമ്മളൊരു കയ്യാലയുടെ ഉള്ളിലാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ശങ്കരൻ തിരുമേനിക്ക്, അതായത് ഓരോ സ്ഥാനക്കാർക്കും അവിടെ നിന്ന് കൊടുക്കുന്ന കയ്യാലകളാണ് ഓരോ സ്ഥാനക്കാർക്കും ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കയ്യാല ഇദ്ദേഹത്തിനുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കയ്യാലയുടെ ഉള്ളിലായിരുന്നു നമ്മൾ വിശ്രമിച്ചതും നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം തന്നതും. അങ്ങനെയെല്ലാം ഇതിൻ്റെ ഉള്ളിലായിരുന്നു. ഈ ഒരു മാസം അദ്ദേഹം അവിടെയുള്ള ഇതുപോലുള്ള എല്ലാ ആൾക്കാരും അവിടുത്തെ പൂജ എല്ലാം ചെയ്യുന്നാലും എല്ലാവരും ഇങ്ങനത്തെ കയ്യാലകളിലാണ് ഈ ഒരു മാസം താമസിക്കുന്നത്. അവർ ഈ ഒരു കാടിന് പുറത്ത് വരുന്നില്ല. ഒരു മാസം കാണുന്നത് ഇത് മാത്രമാണ്. ഓരോ കയ്യാലകളുടെ പുറത്തും ഓരോ പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. അപ്പം നമ്മൾ പോയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ കയ്യാലയുടെ പേര് പടിഞ്ഞീറ്റ എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കയ്യാലകളൊക്കെ ശരിക്ക് ഈ ഒരു മാസം കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിന്നിട്ട് അത് വീണ് പോവുകയാണത്രേ ചെയ്യുക. പിന്നെ അടുത്ത വർഷം വൈശാഖ മാസം വരുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ കയ്യാലകൾ അവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് അവിടുന്ന് കേട്ടിട്ടും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ നോക്കൂ, ഇത് ആന നിൽക്കുന്ന ആ സ്ഥലത്ത് അവിടെ ആ നീല കളറിൽ ചതുരത്തിൽ കാണുന്നില്ലേ, അത് അവിടെ നിന്നാണ് നമുക്ക് തീർത്ഥം കിട്ടുന്നത്. അതായത് നമ്മൾ തന്നെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അതിൽ നിന്ന് കോരി എടുത്തിട്ടാണ് അങ്ങനെ തീർത്ഥം കുടിക്കുന്നത് കേട്ടോ. ഇതാ പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ ഭാഗങ്ങൾ ഇപ്പോൾ ഇതാ ഈ ഒരു തിരുവഞ്ചിറയ്ക്കുള്ളിൽ തന്നെ ഇത്രയും ഭാഗമാണ്. ഇതാണോ ഒരു ആംഗിള്? അച്ഛാ അച്ഛോയ് അറിയണില്ല. ഉവ്വാ നമുക്ക് പോവാം. രാവിലെ ഒരു 10 മണിക്കൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ലഞ്ചും കഴിഞ്ഞിട്ട്, ഞാൻ പറഞ്ഞില്ലേ പിറന്നാൾ സദ്യയൊക്കെ ഉണ്ടായിരുന്നു, അതിനൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചത്തെ ലഞ്ചും കഴിച്ച് കഴിഞ്ഞിട്ടതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. അതായത് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കൺകുളിർക്കെ നല്ലപോലെ കാണാനുള്ള സമയം നമുക്കുണ്ടായിരുന്നു. അതായത് നല്ലപോലെ എല്ലാം കണ്ട് മനസ്സിലാക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. നമ്മൾ ചെന്നതിൻ്റെ അടുത്ത ദിവസമായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആചാരം നടക്കുന്ന ദിവസമാണ് ഇളനീരാട്ടം എന്ന് പറയുന്നത്. അത് നമുക്ക് പക്ഷേ കാണാൻ സാധിച്ചില്ല, അത് അടുത്ത ദിവസമായിരുന്നു. പക്ഷേ ഇളനീരും കൊണ്ട് പല വീടുകളിൽ നിന്നും ആൾക്കാർ വരുന്ന ആ ഒരു കാഴ്ച നമുക്കത് അവിടെ കാണാൻ പറ്റും. നമ്മൾ വീഡിയോൻ്റെ ആദ്യം അത് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ഓരോ തറവാടുകൾക്ക് അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു സ്ഥാനം കാണാം. അപ്പോൾ ആ സ്ഥാനക്കാർ ആ വീടുകളിൽ നിന്ന് അവർ നടന്നിട്ടാണ് ഇങ്ങോട്ട് ആ ഇളനീര് കൊണ്ടുവരുന്നത്. അങ്ങനെയൊക്കെയാണ് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് തിരിച്ച് ഒക്കെ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് നടക്കുകയാണ്. നടക്ക് കുളിച്ചാ
ഓരോ അമ്പലങ്ങളെയും ചുറ്റിപ്പറ്റി പല 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 ഐതിഹ്യങ്ങൾ നമ്മൾ ചരിത്രത്തിൽ തൊട്ട് അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കേട്ടെന്താ വെച്ചാൽ ഈ ഒരു പുഴയിൽ മുങ്ങിക്കൊണ്ട് നമ്മൾ താഴേന്ന് ഉരുളൻ കല്ല് പെറുക്കിയെടുത്ത് അത് രണ്ടും കൂടിയും കൂട്ടി ഉരച്ച് അതിൽ നിന്ന് കിട്ടുന്ന നേരത്തെ ഞാൻ കാണിച്ചില്ലേ, ആ കൂട്ടി ഉരച്ച് ആ ഒരു ഭസ്മം പോലെ കുറി പോലെ നമുക്ക് കിട്ടും. അത് നെറ്റിയിൽ തൊട്ട് നമ്മളൊരു ആഗ്രഹം നമ്മൾ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു കേട്ടത് കേട്ടോ. അതാ വന്നോ, അതാ വന്നോ, എടുത്തോളിനാ. കല്ലരച്ച് കുറിയിട്ടാ ഞങ്ങള് കുറിയിട്ടു. മുത്തശ്ശിക്കും കൊടുക്ക്, കല്ലരച്ചു കൊടുക്ക്, മുത്തശ്ശിക്ക് കൊടുക്ക്. അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും അങ്ങനെ 2 അമ്പലമുണ്ട് കേട്ടോ. അപ്പോൾ അക്കരെ കൊട്ടിയൂരാണ് ഇപ്പം നമ്മൾ പോയത്. ഇക്കരെ കൊട്ടിയൂർ അവിടെ ആ സമയത്ത് അടച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ കാരണം കൊണ്ട് നമ്മൾ അവിടെ പോയില്ല കേട്ടോ. പിന്നെ അവിടെ ഷോപ്പിങ്ങിനുള്ള സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ എത്ര കടകളാണെന്നറിയോ. ബോംബെ ഫാൻസി കമ്മലുകൾ. നമ്മൾ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ലല്ലോ. ഒക്കെ കണ്ടുകൊണ്ട് പോണ്ടി വന്നില്ല നമ്മള്. ഒന്നും മേടിക്കാൻ പറ്റിയില്ല. സങ്കടം ഈ കുട്ടിയുടെ മുഖത്ത് കണ്ടോ എന്താ പപ്പ അങ്ങനെയൊക്കെ. അപ്പൂപ്പന്താടിയോ മേടിച്ചണ്ടേ എനിക്ക് എന്തൊക്കെയത് അതിന്റെ പറഞ്ഞത് നല്ല വിലക്കുറവുണ്ടായിരുന്നു. അടിപൊളി കടകൾ കുറേ കമ്മലുകൾ, ബോംബെ കമ്മലുകൾ. അയ്യോ പിന്നെ എല്ലാരും ഇവിടെ വന്നാൽ മതി എന്ന് പറയണം ഷോപ്പിങ്ങിന്. അമ്മയും മുളക് ബജി, പാനിപ്പൂരി, മുളക് ബജി എല്ലാം എൻ്റെ മണം കേൾക്കുന്നുണ്ടോ. ഏതെടുത്താലും 20 അതിന്റെ ഇങ്ങേറ്റ അങ്ങേറ്റം വരെ ആ സാധനമാണ് ഓടപ്പൂവ്. അങ്ങോട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഈ കടകളൊക്കെ കണ്ടിങ്ങനെ ഈശ്വര ഇതൊക്കെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമല്ലോ എന്നുള്ള സന്തോഷത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഇത്തിരി നല്ലപോലെ ലേറ്റായ കാരണം കൊണ്ട് നമ്മൾക്ക് ഒരു ഷോപ്പിലും കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇതെല്ലാം കണ്ട് തിരിച്ച് പോരേണ്ട അവസ്ഥ. അതായത് ബസ്സിലിരുന്നു കൊണ്ടാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഒരു സാധനം വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ വിഷമം നല്ലുണ്ട്. കാരണം നമ്മൾ ഭഗവാനെ തൊഴുക എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ ഷോപ്പിംഗ് നമുക്ക് മുഖ്യമാണല്ലോ.
അതായത് അതും 10, 20, 30 രൂപയുടെയൊക്കെ സാധനങ്ങൾ, കമ്മലുകളും അങ്ങനെ അതൊക്കെ നമുക്ക് ഫേവറേറ്റ് ആണല്ലോ. പിന്നെ അവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സാധനമാണ് കേട്ടോ ഈ ഓടപ്പൂവ് എന്ന് പറയുന്നത്. അത് കൊട്ടിയൂർ മാത്രം കിട്ടുന്നതാണ് ആ ഒരു സംഭവം. അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഓടപ്പൂവ് ഇങ്ങനെ അത് നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാനും അമ്മമ്മയും കൂടി ഇരുന്നിട്ട്. കണ്ടത് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഓടപ്പൂവ് ഈ ഒരു നാട്ടിൽ ഇവിടെ മാത്രമേ അത്ര ഇതിനെ ഇങ്ങനെ ഓടപ്പൂവാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കാണണം അങ്ങനെയൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചതായിരുന്നു. പക്ഷെ നമ്മൾക്ക് സമയമില്ലാത്ത കാരണം കൊണ്ട് അതൊന്നും നടന്നില്ല. ദക്ഷിണ കാശി എന്ന പേരിൽ അറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ഇനി നമ്മൾ പോകുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് തുല്യമായിട്ട് ആരാധിക്കപ്പെടുന്ന ഒരു ദേവീ ക്ഷേത്രത്തിലേക്കാണ്. കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള മുഴക്കുന്ന് എന്നുള്ള സ്ഥലത്തുള്ള മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ്. ഭഗവതി തന്നെയാണ് അവിടുത്തെ പ്രതിഷ്ഠ ഉള്ളത്. കലാവാസനകളൊക്കെ വളരാൻ വേണ്ടിയിട്ടും അതുപോലെ വിദ്യാഭ്യാസം ഉന്നതിക്കും അതുപോലെ ദുരിതങ്ങളൊക്കെ തീരുന്നതിനും അതിനൊക്കെ വേണ്ടി അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം ആണത്രേ ഇത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ് കേട്ടോ. കാരണം ഇങ്ങനെ പുതുതായ രീതിയിൽ പണികളൊക്കെ ഇങ്ങനെ നടന്ന് എല്ലാം ഇങ്ങനെ പുതുതാക്കി ഉണ്ടാക്കി വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണത്. വിജയദശമി ദിവസത്തിൽ ഇവിടെ വിദ്യാരംഭമൊക്കെ നടത്താറുണ്ട്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ ദൂരത്തു നിന്നൊക്കെ കുട്ടികളിനെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ വരാറുണ്ട് എന്നൊക്കെ കേട്ടു. അപ്പോൾ എന്തായാലും അവിടെ നല്ല ഭംഗിയുള്ള വലിയൊരു ക്ഷേത്രക്കുളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെയൊക്കെ പോയി ഒന്ന് കണ്ട് ദേവീനെ തൊഴുത് നമ്മളെന്തായാലും തിരിച്ച് പോരുകയാണ് അവിടുന്ന്. അപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച നമ്മളെ കണ്ണിൽ പെട്ടത് കേട്ടോ. ഒരു മരത്തിൻ്റെ പേരാണ് അവിടെ ശ്രദ്ധിച്ചത്, നാഗലിംഗ മരം. ഇന്ന് വരെ ഞാൻ ഇങ്ങനെ ഒരു മരം കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അപ്പോൾ അതിന് അങ്ങനെ പ്രത്യേകമായിട്ട് അവിടെ കൊടുത്തത് കാരണം കൊണ്ട് തന്നെ നമുക്ക് നിങ്ങളെല്ലാവർക്കും കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കാണിച്ചത്. അപ്പോൾ അതിൻ്റെ മുകളിൽ വലിയ പൂക്കളാണ് ഉണ്ടാവുന്നത്. അതിൻ്റെ ഇതളുകളാണ് താമര പോലെയുള്ള ഇതളുകളാണ് താഴെ വീണ് കിടക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പൂക്കളുള്ള ഒരു ചെടി. അപ്പോൾ ഇവിടെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളിത് ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോഴേക്കും എല്ലാവർക്കും പതുക്കെ വിശപ്പൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ അതിനൊക്കെ ഇടയ്ക്ക് ഇതങ്ങനെ സ്നാക്സുകളൊക്കെ അമ്മ അങ്ങനെ എല്ലാവർക്കും തരുമായിരുന്നു കേട്ടോ. അടുത്ത് നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ പെരളശ്ശേരി എന്ന സ്ഥലത്തുള്ള പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ്. വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാനുണ്ട്. ഈ ഒരു ക്ഷേത്രക്കുളം എന്ന് പറയുന്നത്, അതായത് കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രക്കുളം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ആ ഒരു നിർമ്മാണത്തിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ കുറേ സിനിമകളിൽ പാട്ടിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒക്കെ സേവ് ദ ഡേറ്റ് ഒക്കെ ആയിട്ട് ആൾക്കാരൊക്കെ എടുക്കുന്നതും ഒക്കെ ഇവിടെയൊക്കെ വന്നിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഇത്രയും ഒരു ഭംഗിയുള്ള ഒരു ക്ഷേത്രക്കുളം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നേരിട്ടിട്ട് കേട്ടോ. നമ്മളിതൊക്കെ ടി വിയിലും എന്ന് വെച്ചാൽ സിനിമയിലും ഒരുപാട് കണ്ടിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെയല്ല, നേരിട്ടിട്ട് ഇത്രയും വലിയൊരു കുളം, അതും ഇത്രയും ഭംഗിയുള്ള ഒരു കുളം ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. എന്തോ ഒരു രസമാണ് അത്. ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെയാണ്. നമ്മളുടെ ക്യാമറയിൽ ഇപ്പോൾ ഇത് നോക്കി അതിൻ്റെ ആഴം എത്രയാണെന്നോ വലിപ്പം എത്രയാണെന്നോ ഒന്നും നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റില്ല. അത്രയും വലുതാണ്, നല്ല വലുപ്പമുണ്ട്. പിന്നെ അതിൻ്റെ 4 സൈഡിൽ കൂടെയൊക്കെ വെച്ചിട്ടുള്ള ആ കല്ലുകളൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു രൂപങ്ങളൊക്കെ ഇങ്ങനെ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കണേന്നറിയോ. നമ്മൾ പല സിനിമയിലും ഒക്കെ കണ്ടിട്ടുള്ള ഫിലിം ഷൂട്ടിങ്ങിൽ ഒക്കെ കണ്ടിട്ടുള്ള കുളം പെരളശ്ശേരി. ആ കാണുന്നതാണ് പ്രശസ്ത യൂട്യൂബർ രജിത സജിത്ത്. അതെ അതെ. ഒറ്റയ്ക്കുള്ള ഷോട്ട് ഒറ്റ മാത്രം പൊട്ട്. ഒറ്റയ്ക്ക് നോക്കാം, അതാ ഇങ്ങനെ വന്നിങ്ങനെ ഒറ്റയ്ക്ക് വേറെ ഒരാളില്ലാണ്ട് സിംഗിൾ ഫോട്ടോ. അതാ അപ്പം ഇങ്ങനത്തെ ഓരോ ആൾക്കാർ വന്ന് ഇന്നെ ശല്യപ്പെടുത്തല്ലേ. ക്ഷേത്രക്കുളത്തിൻ്റെ ആ ഒരു ഭംഗി കാരണം നമ്മളവിടെ ഒരുപാട് നേരം സമയം ഇങ്ങനെ ആ വീഡിയോ എടുത്തിട്ടും, അതായത് ഇറങ്ങുക, കയറുക, വീഡിയോ എടുക്കുക, അതുപോലെ ഡാൻസ് ചെയ്യുക. കാരണം ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു റീൽസെങ്കിലും ചെയ്യാണ്ട് എങ്ങനെ നമ്മൾ തിരിച്ചു വരാല്ലേ. അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പൃഥുവിനെ വെച്ചിട്ട് റീൽസൊക്കെ എടുത്തു. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്കത് ഇപ്പോൾ പോയിട്ട് എടുത്തില്ലെങ്കിൽ പിന്നെ നമുക്കതൊരു വലിയ വിഷമാവും. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പം നമ്മുടെ ഡ്രസ്സ് ഓക്കെ അല്ല, ഡാൻസിന് പറ്റിയ ഡ്രസ്സല്ല. അപ്പം അതൊന്നും നോക്കണ്ട, ഇപ്പോൾ നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട. ഇപ്പോൾ ഈ ഒരു സ്ഥലം കിട്ടുന്ന സമയത്ത് നമ്മളങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഒരു റീൽ എടുക്കുക എന്ന് പറഞ്ഞിട്ട് തലങ്ങും വിലങ്ങും റീൽ എടുക്കുന്നത് എന്നെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഇത് കണ്ടോളൂ കേട്ടോ.
ഇപ്പോഴാണ് റീൽസിൽ പാട്ട് വെച്ച് കൊടുക്കേണ്ടത്. അതെ ഈ വരവിൽ വരണ ഒരു പാട്ട് വെച്ച് കൊടുക്കട്ടോ. ഈ വരണ വരവിൽ പാട്ട് ഇതൊക്കെ എന്നോട് ആ സ്റ്റെപ്പിൻ്റെ അങ്ങേയറ്റത്ത് പോയിക്ക് നല്ല ഭംഗി ഉണ്ടാവും വീഡിയോ എടുത്തരാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് ആക്കിയതാണ്. പക്ഷെ ഞാൻ അവിടെ പോയി താഴേക്ക് നോക്കിയപ്പോൾ എനിക്ക് ശരിക്കും തല ചുറ്റാൻ തുടങ്ങി. കാരണം അത്ര ഒരു വീതി ആ ഭാഗത്ത് നിൽക്കുന്നിടത്തുണ്ടായിരുന്നു. താഴേക്ക് നോക്കിയപ്പോൾ നല്ല കുണ്ട്, താഴേക്ക് ഇങ്ങനെ വെള്ളം കാണുമ്പോൾ എനിക്ക് പേടിയായി, എനിക്ക് തല ചുറ്റി തുടങ്ങി. അതാണ് ഞാൻ ആ വരവ് വന്നിട്ട് എന്നെ എല്ലാവരും കൂടി കളിയാക്കി കൊന്നു. അപ്പോൾ അതായത് നമ്മളിവിടെ റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടൊക്കെ നമ്മൾ ഇടും. അപ്പോഴൊക്കെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള നമുക്ക് എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഈ ഒരു ക്ഷേത്രക്കുളം സുബ്രഹ്മണ്യ സ്വാമിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നാഗപ്രതിഷ്ഠ ഉള്ള കാരണം കൊണ്ട് തന്നെ ഇവിടെ നാഗപ്രീതിക്കായിട്ട് സർപ്പബലി, നൂറും പാല്, മുട്ട അങ്ങനത്തെ വഴിപാടുകളൊക്കെ അവിടെ നടത്താൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ നിന്ന് കാണാൻ സാധിച്ചു. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ കാണുന്ന വലിയ ഒരു ആലുണ്ട്. ആ ആലിൻ്റെ ചുവട്ടിൽ നിന്ന് നമ്മളൊരു ഇല പെറുക്കിയിട്ട് ഈ ആലിൻ്റെ അവിടെ വെച്ചിട്ട് പിന്നെ ഒരു കല്ല് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മളുടെ എന്തെങ്കിലും ഒരു നല്ല ആഗ്രഹം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം നടക്കും എന്നൊക്കെയാണ് ഒരു വിശ്വാസമുള്ളത്. അപ്പോൾ നമ്മളും അതൊക്കെ ചെയ്തു. കാരണം വിശ്വാസങ്ങൾ അത് എപ്പോഴും അങ്ങനെയാണല്ലോ, നല്ല രീതിയിൽ നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. അങ്ങനെ അവിടെ നിന്ന് ഇപ്പോൾ എന്തായാലും തൊഴുത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് വേഗം ഇറങ്ങി. അവിടെയും അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും നോക്കാനേ സമയമില്ല. കാരണം എന്താ, ഇരുട്ടായി, സന്ധ്യ കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി അവിടുന്ന് പോന്നു. ഇനി നമ്മൾ അടുത്ത അമ്പലം എന്ന് പറയുന്നത് നമ്മൾ പോരുന്ന വഴിക്ക് നമ്മളത് ബസ്സിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട്. നമ്മൾ പോന്നുകൊണ്ടിരിക്കുകയാണ്. ലോകനാർക്കാവിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ നമ്മളവിടെ എത്തിയ സമയം ആയപ്പോഴേക്കും അവിടെ എന്താ പറയുക അടച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് തൊഴാൻ പറ്റിയില്ല. ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടു, അങ്ങനെ പോന്നു. ലോകനാർക്കാവ് പക്ഷേ നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഇരുട്ടായിപ്പോയി. അതുകൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല. എൻ്റെ ലോകനാർക്കാവിലമ്മേ എനിക്ക് ശക്തി തരൂ. തന്നെ ആ ലോകനാർക്കാവിലമ്മ. ഇനി നമ്മൾ തിരിച്ച് യാത്രയാണ് കേട്ടോ. ആ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമായിരുന്നു. രാവിലെ നമ്മൾ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആരും കണ്ണൂർ എത്തിയതേ അറിഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ ഉറക്കമൊക്കെ ആയിരുന്നു. കാരണം 3:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല ഉറക്കമായിരുന്നു. ഞാനൊക്കെ പിന്നെ അവിടെ കണ്ണൂർ അമ്പലത്തിൽ എത്തിയിട്ടാണ് അറിയുന്നത്. അത്രയും അങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് എണീക്കുന്നല്ലാണ്ട് അങ്ങനെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടാണ് വന്നത്. എല്ലാവരും വണ്ടിയിലുള്ള എല്ലാവരും ഞാൻ നാട്ടുകാരും നമ്മളെ ഒരുപാട് കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അവരെ പറ്റിയിട്ടൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു. അതിൽ എല്ലാവരും നല്ലോണം പാട്ടൊക്കെ പാടി, ഞാനും പാടി, പാറും ഒക്കെ പാടി നമ്മളെല്ലാവരും നല്ല രസമായിട്ട് എൻജോയ് ചെയ്തിട്ടായിരുന്നു വരുന്നുണ്ടായിരുന്നത്. എനിക്കത് കേൾപ്പിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു നിവൃത്തിയില്ല. നമ്മൾ കരോക്കെ വെച്ചിട്ടാണ് ഈ പാടുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് കോപ്പിറൈറ്റ് വരുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അത് കേൾപ്പിക്കാൻ പറ്റാത്തത്. നമ്മൾ കുടുംബത്തോടൊപ്പം ഇങ്ങനത്തെ യാത്രകളൊക്കെ പോകില്ലേ, അപ്പോൾ അതുപോലെ തന്നെ രസകരമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ശരിക്കും കൂട്ടുകാരായിട്ട് അതുപോലെ നാട്ടുകാരൊക്കെ ആയിട്ടും ഇങ്ങനത്തെ യാത്രകൾ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ എനിക്കിപ്പം ഞാൻ എല്ലാവരുടെയും വീഡിയോ ഒക്കെ എടുത്തു എന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും ശ്രദ്ധിക്കുന്നത് തന്നെ. കാരണം ആ ഒരു സമയത്ത് നമ്മൾ അവിടെ പോകുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് എടുക്കും. പിന്നെ ചില പറഞ്ഞില്ലേ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇതിൽ എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും ശരിക്കും അറിയുന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കുറച്ചെങ്കിലും എൻ്റെ വീഡിയോയിൽ നിന്ന് അവിടുത്തെ കാര്യങ്ങൾ അറിയാത്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു യാത്രയിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ സൈത്തേട്ടൻ നാട്ടിൽ വന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു യാത്ര പോകാൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സൈത്തേട്ടന് നമ്മളെ കൂടെ വരാൻ പറ്റി. എന്താ വെച്ചാൽ കൊട്ടിയൂർ അങ്ങനെ ഒന്നിച്ച് പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്തായാലും സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ ആടി തിമിർത്ത് പാട്ടൊക്കെ പാടി എല്ലാവരും കൂടി ശരിക്കും പറഞ്ഞാൽ രാത്രി ആയപ്പോഴേക്കും നല്ലപോലെ വിശന്നു. നമ്മൾക്ക് ഡിന്നറിൻ്റെ സമയമായപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സെറ്റായി വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു അത്, നമ്മളെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഈ ഒരു യാത്ര നിങ്ങളിനും കൂടെ കൂട്ടാം എന്ന് കരുതി. കാരണം ഇത് കുറച്ച് നമുക്ക് നല്ല കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്ര കൂടിയല്ലേ. അപ്പോൾ അതിന് നിങ്ങളും കൂടെ ഉണ്ടാവുകയാണെന്ന് വെച്ചെങ്കിൽ അത് എനിക്കും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടൊക്കെ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ നമ്മൾ ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി നമ്മളുടെ വീഡിയോസ് കാണാൻ കൂടെ ഒന്ന് സഹായിക്കണം കേട്ടോ എല്ലാവരും. നമ്മൾ രാവിലെ 3:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഈ ഒരു യാത്ര തിരിച്ച് വീട്ടിലെത്തുന്നത് രാത്രി 2 മണിക്കാണ്. അപ്പം നമ്മൾ ഈ ഒരു വ്ളോഗിൽ ഞാൻ അറിവുള്ളവരടുത്ത് ചോദിച്ചും മനസ്സിലാക്കിയും കണ്ടും ഒക്കെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അതിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിവുള്ളവരെ തിരുത്തി തരണം കേട്ടോ. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.